രാഹുൽ ഗാന്ധിയുടെ റാലി മാറ്റിവെച്ചു. ഇപ്പോൾ കോൺഗ്രസ് അവകാശപ്പെടുന്ന UDF അവകാശപ്പെടുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നത്, BJPക്ക് എതിരായിട്ടുള്ള ഇത്രയും വലിയ പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ എത്ര ദേശീയ നേതാക്കന്മാർ ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് UDFന്റെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയുടെ ചാവക്കാട്ടെ പൊതുയോഗം മാറ്റിവെക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന് അസുഖം ബാധിച്ചുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ കോൺഗ്രസ് സംസ്ഥാന നേതാക്കന്മാരിവിടെ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണം രാഹുൽ ഗാന്ധിയുടെ പൊതുയോഗത്തോടു കൂടി ഇല്ലാതാകുമെന്ന ഭയമാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. എന്താണ് ഭയം? ഒന്ന്, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസ് എടുത്തിരിക്കുന്ന BJPയുടെയും RSSന്റെയും നയത്തോട് സ്വീകരിച്ചിരിക്കുന്ന മൃദു സമീപനം, അതിൻ്റെ ഭാഗമായി അവരിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ മതേതര വിശ്വാസികൾ ഏറ്റവും ആശങ്കയോടുകൂടി കാണുന്ന പൗരത്വ നിയമം ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ പിൻവലിക്കുമെന്ന് ഗവൺമെൻറ്റിന് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാർ ആരും തന്നെ പൗരത്വ നിയമ ഭേദഗതി അനാവശ്യമാണെന്നും അത് പിൻവലിക്കപ്പെടേണ്ടതാണെന്നും എന്തുകൊണ്ട് പറയുന്നില്ല? 2021 വരെ ഉണ്ടായിരുന്ന, ഞാൻ മന്ത്രിയായിരുന്ന മന്ത്രിസഭയാണ് പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഗവൺമെൻറ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അതിൻ്റെ റൂള് വന്നപ്പോൾ ഈ ഗവൺമെൻറ് വീണ്ടും പ്രഖ്യാപിച്ചു, ഞങ്ങൾ ആ നിയമം പാസ്സാക്കിയാലും ഇവിടെ കേന്ദ്രം പാസ്സാക്കിയാലും ആ നിയമം നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? എങ്ങനെയാണ് കേന്ദ്രം പാസ്സാക്കിയ ഒരു നിയമം ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് പമ്പരവിഡ്ഢിത്തമാണെന്ന് പറയുന്ന ഒരു സമീപനം എന്തുകൊണ്ടാണ്, എത്ര വാശിയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് എടുത്തത്? അതിൻ്റെ അർത്ഥം പൗരത്വ നിയമ ഭേദഗതി തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ മതേതര വിശ്വാസികളായിട്ടുള്ള മനുഷ്യർക്കിടയിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ അഭിപ്രായം പൗരത്വ നിയമ ഭേദഗതി ഒരു കാരണവശാലും ഇന്ത്യയിൽ നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ്, അത് പിൻവലിക്കപ്പെടണം എന്നുള്ളതാണ്. അത് RSS ഉദ്ദേശിക്കുന്ന മതരാഷ്ട്ര സ്ഥാപനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള അവരുടെ നിയമപരമായ ആദ്യത്തെ ചുവടുവയ്പ്പായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം അതിന് കാണുന്നത്. പ്രധാനമന്ത്രി 2 ദിവസം മുമ്പ് നടത്തിയിട്ടുള്ള വംശീയ വിദ്വേഷം വളർത്തിയെടുക്കാൻ വേണ്ടി നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്ന, പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നുഴഞ്ഞുകയറ്റക്കാരെ പറ്റിയാണ്. ഇത് ജർമ്മനിയിൽ ഹിറ്റ്ലർ പറഞ്ഞ ജൂതന്മാർക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസംഗം പോലെ തന്നെ ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തിയിട്ടുള്ള വളരെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി നടത്തിയിട്ടുള്ള പ്രസംഗം ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ആ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന അയഞ്ഞ സമീപനം അല്ലെങ്കിൽ വഞ്ചനാപരമായ സമീപനം, അതിൻ്റെ സത്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ചാവക്കാട്ടെ പ്രസംഗം അദ്ദേഹം ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ആ പൊതുയോഗം ഉപേക്ഷിക്കാൻ കാരണം അതാണ്. അതിന് കോൺഗ്രസ് മറുപടി പറയേണ്ടതാണ്. ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു അദ്ദേഹത്തിന് ഭക്ഷ്യവിഷബാധ ബാധിച്ചുകൊണ്ടാണെന്ന് അത് പറഞ്ഞു. ഞാൻ ഇതുവരെ ദേശീയ പത്രത്തിലൊന്നും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അങ്ങനെ അസുഖം ബാധിച്ചതായിട്ട് അങ്ങനെ വരണ്ടേ? കാരണം ഒരു ദേശീയ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ആശുപത്രിയിൽ കിടന്നാൽ നമുക്ക് പത്രത്തിൽ കാണാം. പക്ഷെ കേരളത്തിൽ മാത്രമാണ് നമ്മൾ കേട്ടത് അദ്ദേഹത്തിന് ഭക്ഷ്യവിഷബാധ ബാധിച്ചുകൊണ്ട് അദ്ദേഹം വന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണ് രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗിക്കാൻ വരാതിരിക്കാൻ കാരണം എന്താ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതിന് പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല. വയനാട്ടിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപേക്ഷിച്ചു. കൂട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ കൊടി ഉപേക്ഷിച്ചു. ആരെ പേടിച്ചാണ് ഉപേക്ഷിച്ചത്? വ്യക്തമാക്കണ്ടേ? അപ്പോൾ എം എ ഹസൻ പറഞ്ഞത് എനിക്ക് സൗകര്യമില്ല പറയാമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ തീരുമാനമാണെന്നാണ്. അങ്ങനെ സൗകര്യാധിഷ്ഠിതമായിട്ടാണോ നമ്മൾ ഈ കൊടി ഉപയോഗിക്കുകയും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത്? അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കൊടിയോട് ഉപയോഗിക്കേണ്ട തീരുമാനിക്കുന്നതിന് പിന്നെ 2019 മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപയോഗിച്ചപ്പോൾ വടക്കേ ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന RSS മൃദു ഹിന്ദു സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെതിരായി അവർ ആ ചിത്രങ്ങൾ പ്രയോജനപ്പെടുത്തിയത് കോൺഗ്രസ് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം അവർക്കുള്ളത് കൊണ്ടാണ് 2024 ഇലക്ഷൻ വന്നപ്പോൾ
തുടക്കം മുതൽ തന്നെ ലീഗിൻ്റെ കൂടി ഉപേക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആത്മാഭിമാന ബോധമുള്ള മുസ്ലിം ലീഗുകാരെല്ലാം ഇത് നോക്കിക്കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചാവക്കാട്ടെ ഈ പൊതുയോഗം വേണ്ട എന്ന് വെക്കുന്നതിന് പിന്നിൽ ചാവക്കാട്ട് വന്ന് പ്രസംഗിക്കുമ്പോൾ ചാവക്കാട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കൊടി വേണ്ട എന്ന് വെച്ച് രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രസംഗിക്കേണ്ടി വന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി ഇല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, അവിടെ UDFന് വലിയ ശൈഥില്യം സംഭവിക്കുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് എന്നാൽ പിന്നെ ദേശീയ നേതാവിൻ്റെ പ്രസംഗവും വേണ്ട, അദ്ദേഹത്തിൻ്റെ പരിപാടിയും വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദേശീയ നേതാവ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരായിരുന്നില്ലേ? എത്രയോ ദേശീയ നേതാക്കന്മാരുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പൊതുയോഗം മാറ്റിവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ പരിപാടി തന്നെ ദേശീയ നേതാക്കന്മാർ ആരും പങ്കെടുക്കാതിരുന്നതിന് കാരണം ഞാൻ വ്യക്തമായി പറയുന്നു. ഇതൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ. ഇത് മതേതര വിശ്വാസികളായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തെ വോട്ടർമാർക്കിടയിൽ കോൺഗ്രസിനോടുണ്ടായിരിക്കുന്ന വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ കഥ കോൺഗ്രസ്സുകാർ മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത്.